കണ്ണൂർ ചെറുപുഴ കാര്യംകോട് പുഴയിൽ കാട്ടാനയുടെ ജഡം മീൻപിള്ളയ്ക്ക് സമീപമാണ് കുട്ടിയാനയുടെ ജഡം ഒഴുകുന്നത് നാട്ടുകാർ കണ്ടത്. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ അളവൂറുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, എന്തൊക്കെ വിശദാംശങ്ങളാണ് വനപാലകരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്? ോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ജഡം ചെറുപുഴ മീൻപള്ളിക്ക് സമീപമുള്ള പാലത്തിൽ നിൽക്കുകയായിരുന്ന ആളുകൾ ഈ പുഴയിലൂടെ കാര്യംകോട് പുഴയിലൂടെ ഒഴുകി പോകുന്നതായി കണ്ടത്. ഇതിനെ തുടർന്നാണ് പിന്നീട് കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയത്. ഏതായാലും നിലവിൽ അവിടെ ഈ പുഴയിൽ ഒഴുകി പോകുന്നത് കണ്ടതിന് ശേഷം തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയാനയുടെ ജഡം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. നീലേശ്വരം കാര്യംകോട് ഭാഗത്തേക്ക് ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഏതായാലും നാളെയും ഇത്തരത്തിലുള്ള തിരച്ചിൽ ഉൾപ്പെടെ തുടരുമെന്നാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. കർണാടക വനംവകുപ്പിന് പുറമെ കേരളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഉൾപ്പെടെ നേരത്തെ ഈ തെരച്ചിലിൽ പങ്കാളികളായിരുന്നു. കണ്ണൂർ ചെറുപുഴ കാര്യംകോടാണ് പുഴയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ജഡം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മീൻപിള്ളയ്ക്ക് സമീപമാണ് കുട്ടിയാനയുടെ ജഡം ഒഴുകുന്നത് നാട്ടുകാർ കണ്ടത്. കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും അടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിഖിൽ അളവൂറാണ് വിവരങ്ങൾ നൽകിയത്.